നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ SC/ST കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസിന് ഓവർസീസ് പോയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നതിനുള്ള ഉന്നതി സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇത് കേരള സർക്കാരിന്റെ SC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം ST ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും അതുകൂടാതെ ഒരു കേരള ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ്, അതായത് ODEPC, ഇവരെല്ലാവരും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഒരു സ്കീമാണിത്, ഉന്നതി സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് വർഷത്തിൽ 3 പ്രാവശ്യമാണ് ഇവർ ആപ്ലിക്കേഷൻ വിളിക്കുക. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ, മെയ് ജൂൺ മാസങ്ങളിൽ. ഇപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ലൈവ് ആണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 31 ആണ്. അതിനു മുന്നേ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. മെറിറ്റോറിയസും ടാലന്റഡും ആയിട്ടുള്ള കേരളത്തിലെ SC/ST സ്റ്റുഡൻസിന് അവരുടെ ഏരിയ ഓഫ് സ്റ്റഡിയിലെ സ്കില്ലും നോളജും ഇന്റർനാഷണൽ എക്സ്പോഷറിലൂടെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നല്ല സ്കോപ്പുള്ള, അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് സാധ്യതയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇടനിലക്കാരില്ലാതെ തന്നെ അവരുടെ ചൂഷണത്തിൽ ഏർപ്പെടാതെ വിദേശ പഠനം സാധ്യമാക്കുക. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും ലീഗൽ എയ്ഡും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്കോളർഷിപ്പിന്റെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്കോളർഷിപ്പ് അവർ ഭാവന ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. കേരളത്തിലെ താമസക്കാരായ SC/ST വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പ്രീവിയസ് ക്വാളിഫയിങ് അക്കാഡമിക് ഇയറിൽ, അതായത് നിങ്ങൾ ഏത് കോഴ്സാണ് ഇപ്പൊ പഠിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾ 55% മാർക്കെങ്കിലും സെക്യൂർ ചെയ്തിട്ടുണ്ടാവണം. കാൻഡിഡേറ്റിന്റെ ഏജ് 35 വയസ്സിൽ കൂടാൻ പാടില്ല. ഈ സ്കോളർഷിപ്പ് ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ലഭിക്കുക. നിങ്ങൾ ഒരു ഗവൺമെന്റ് എംപ്ലോയിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിലെ എംപ്ലോയി ആവാൻ പാടില്ല. അതുകൂടാതെ ഇവരെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന നോംസ് അനുസരിച്ചിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കാണ് ഇതിന്റെ സ്കോളർഷിപ്പിന്റെ ബെനിഫിറ്റ് ലഭിക്കുക. ഇവര് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ്, ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളതും പറയുന്നുണ്ട്. ഇവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ നോംസ് പാലിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുക. അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ സ്കോളർഷിപ്പിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. SC കാറ്റഗറിയിലെ സ്റ്റുഡൻസിനെ 3 സ്ലാബായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. അതായത് ഫാമിലിയുടെ ആനുവൽ ഇൻകം നോക്കിയിട്ടാണ് കുട്ടികളെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് സ്ലാബ് 1, സ്ലാബ് 2, സ്ലാബ് 3 എന്ന് പറഞ്ഞ 3 കാറ്റഗറി ഉണ്ട്. ST സ്റ്റുഡൻസിന് ഇൻകം ലിമിറ്റ് ഒന്നും ബാധകമല്ല. ST കാറ്റഗറിയിൽ നിന്ന് ഒരു വർഷം 25 സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുക, ഇൻകം ലിമിറ്റ് ഒന്നും നോക്കാതെ തന്നെ. ഇനി SC കാറ്റഗറിയിലെ സ്റ്റുഡൻസിനെ 3 സ്ലാബായിട്ട് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് ഫാമിലിയുടെ ആനുവൽ ഇൻകം 12 ലക്ഷമോ അതിന് താഴെയോ ഉള്ള കുട്ടികളെയാണ്. അവർക്ക് ഈ വിദേശ പഠന സ്കോളർഷിപ്പിന്റെ മുഴുവൻ എമൗണ്ട് ലഭിക്കുന്നതാണ്. അതായത് 25 ലക്ഷം രൂപയാണ് അവർക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് ലഭിക്കുക. ഇതിൽ നിങ്ങളുടെ അക്കോമഡേഷൻ, ട്യൂഷൻ ഫീസ്, വിസ ചാർജസ്, ഹെൽത്ത് ഇൻഷുറൻസ്, എയർ ട്രാവൽ എക്സ്പെൻസസ്, അങ്ങനെയുള്ള എല്ലാ എമൗണ്ടും ഉൾപ്പെടുത്തതായിരിക്കും. ഇതിൽ അവർ പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസസ് 10 ലക്ഷം രൂപയിൽ ലിമിറ്റ് ചെയ്യണം എന്നാണ്. അതായത് എൻറ്റയർ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ നിങ്ങളുടെ എക്സ്പെൻസസ് ആണ് ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഈ കാറ്റഗറിയിൽ നിന്ന് ടോട്ടൽ 175 സ്റ്റുഡൻസിനെയാണ് വിദേശ പഠന സ്കോളർഷിപ്പിനായിട്ട് തിരഞ്ഞെടുക്കുക. അടുത്ത കാറ്റഗറി സ്റ്റുഡൻസ് വരുന്നത് 12,01,000-നും 20 ലക്ഷത്തിനും ഇടയിൽ ഇൻകം ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. 20 ലക്ഷം രൂപയാണ് ഇവർക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് ലഭിക്കുക. ഇതിൽ 15 ലക്ഷം രൂപ ട്യൂഷൻ ഫീ ആണ്. ബാക്കി അക്കോമഡേഷൻ, ലിവിംഗ് എക്സ്പെൻസസ്, വിസ ചാർജസ് എല്ലാം കൂടിയിട്ട് 5 ലക്ഷം രൂപയിൽ നിൽക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കാറ്റഗറിയിൽ നിന്ന് ടോട്ടൽ 25 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക. അടുത്തത് തേർഡ് കാറ്റഗറി. ഈ തേർഡ് സ്ലാബിൽ വരുന്ന കുട്ടികൾ 20 lakh rupees എബോവ് ഇൻകം ഉള്ള കുട്ടികളെയാണ്. അപ്പർ ഇൻകം ലിമിറ്റ് പറയുന്നില്ല, ലോവർ ഇൻകം ലിമിറ്റ് 20 lakh rupees ആണ്. ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് 15 ലക്ഷം രൂപയാണ്. ഇവർക്ക് ട്യൂഷൻ ഫീ മാത്രമേ നൽകുന്നുള്ളൂ. ബാക്കി എക്സ്പെൻസസ്, അതായത് വിസ ചാർജസ്, അക്കോമഡേഷൻ, അങ്ങനെയുള്ള യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നതല്ല. 15 ലക്ഷം രൂപ ട്യൂഷൻ ഫീ ഇനത്തിലാണ് നൽകുന്നത്. ഈ കാറ്റഗറിയിൽ നിന്നും 25 കുട്ടികളെയാണ് ഒരു വർഷം സെലക്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു വർഷം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറവാണെന്നിരിക്കട്ടെ. അതായത് ഇപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത് 175 പേരെയാണ് SC കാറ്റഗറിയിൽ പറയുന്നത്. രണ്ടാമത്തേലും മൂന്നാമത്തേലും 25 വെച്ചാണ് പറയുന്നത്. കൂടാതെ ST കാറ്റഗറിയിൽ 25 കുട്ടികളാണ് പറയുന്നത്.
ഇത്രയും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒരു വർഷം ഇല്ലെങ്കിൽ ബാക്കി എത്രയാണോ സ്റ്റുഡൻസ് ഉള്ളത് അവരെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. അതായത് അടുത്ത വർഷം 175 എന്നുള്ളത് ഇപ്പൊ 1-2 പേര് കഴിഞ്ഞ വർഷം ചേർന്നില്ലെങ്കിൽ അത് 176 177 ആയിട്ട് വരും. അത്രയും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം എന്നാണ് ഈ ജിയോ പ്രകാരം പറയുന്നത്. അത് ഇവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, സബ്ജക്ട് ടു ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫണ്ട് അനുസരിച്ചിട്ട് ഇവര് ഈ 175 നിന്ന് കഴിഞ്ഞ വർഷത്തേക്കുള്ള ക്യാരി ഫോർവേഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് അടുത്ത വർഷം കുട്ടികൾക്ക് വിദേശ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൽകേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം സ്കോളർഷിപ്പിന്റെ കാര്യത്തെക്കുറിച്ചാണ്. ഇനി സ്കോളർഷിപ്പ് അല്ലാതെ ഈ ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ST ഡിപ്പാർട്ട്മെന്റും SC ഡിപ്പാർട്ട്മെന്റും മെറിറ്റോറിയസ് സ്റ്റുഡൻസിന് വിദേശ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ലോൺ നൽകുന്നുണ്ട്. ഈ ലോൺ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണ്. ഇതിന് പ്രത്യേക ഇൻകം ലിമിറ്റ് ഒന്നുമില്ല. അതായത് നേരത്തെ നമ്മൾ SC കാറ്റഗറിയിൽ പറഞ്ഞ് 20 lakhs വരെയുള്ള കുട്ടികളെന്ന്, ഇത് 20 lakhs എബോ ഉള്ള കുട്ടികൾക്കാണ് ഈ എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 25 സ്റ്റുഡൻസിന് SC കാറ്റഗറിയിൽ നിന്ന് 10 സ്റ്റുഡൻസിന് ST കാറ്റഗറിയിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ ST സ്റ്റുഡൻസിന്റെ കാറ്റഗറിയിൽ 10 പേര് ഇല്ല എങ്കിൽ SC കാറ്റഗറിയിൽ ആപ്ലിക്കൻസ് കൂടുതലാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 35 ആണ്. അപ്പോൾ ഈ സ്കോളർഷിപ്പിന് പുറമെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോണും കോർപ്പറേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും സ്കോളർഷിപ്പിന്റെ പാറ്റേണും വരുന്നത്. ഇനി ഏതൊക്കെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് നമുക്ക് ലഭ്യമാകുക എന്ന് കൂടി നോക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് ഇക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഡിപ്ലോമ, MPhil അതല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സസോ, PhD അതല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാംസോ, ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇനി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക എന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ വിദേശത്തെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ പോയി പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നത് നമ്മുടെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് റാങ്കിങ്ങില്, ഈ റാങ്കിങ്ങില് 500 അതിന്റെ മേളിലോ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന്റെ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുക. അതായത് നിങ്ങൾ നല്ല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും നിങ്ങൾ ചേരുന്നത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ 500 റാങ്കിനകത്ത് വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിന്റെ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്യാവുന്നതാണ്. timeshighereducation.com എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുമോ ഇല്ലേ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഈ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് വെബ്സൈറ്റിൽ അവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് odepc.net എന്നുള്ള സൈറ്റിലൂടെയാണ്. ഇതിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 സ്റ്റെപ്പ് കവർ ചെയ്തിട്ട് വേണം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതിനുശേഷം ഓരോ സ്റ്റെപ്പിലും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുത്തതിന് ശേഷം 7ാമത്തെ സ്റ്റെപ്പ് വരെ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവും. അപ്പോൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് അവർ ഇമെയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് studyabroad@odepc.in എന്നുള്ളതാണ്. ഈ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം തന്നെ 2023 ഗവൺമെന്റ് ഒരു ജിയോ ഇറക്കിയിട്ടുണ്ട്. ആ ജിയോ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യാൻ കിട്ടും. അതിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ചില കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് കുറച്ച് പ്രിഫറൻസ് നൽകുന്നുണ്ട്. അതായത് ഗേൾ സ്റ്റുഡൻസിന് പ്രിഫറൻസ് ഉണ്ട്. ഇനി നിങ്ങളൊരു പാരന്റിന്റെ സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ അവർക്കും പ്രിഫറൻസ് ഉണ്ട്. ഫിസിക്കലി ഡിസേബിൾഡും അക്കാഡമിക് മെറിറ്റും നോക്കിയിട്ടാണ് ഇവരെ നിങ്ങളെ സ്ക്രൂട്ടനൈസ് ചെയ്യുക. പ്രായത്തിൽ കുറഞ്ഞവരെയാണ് ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇനി ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ IELTS ബാധകമാണെങ്കിൽ IELTSന്റെ ഓവറോൾ 6.5 കുറയാത്തൊരു സ്കോർ നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. അടുത്ത ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേണ്ടത് SSLC അതല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണ് വേണ്ടത്. കൂടാതെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്ക് ലിസ്റ്റും ക്വാളിഫയിങ് എക്സാമിനേഷന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. ഇനി GRE, IELTS, TOEFL ഇതൊക്കെ ബാധകമാണെങ്കിൽ ഇതിന്റെ സ്കോർ കാർഡും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ പോകുന്ന സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഓഫർ ലെറ്ററും കൂടി നിങ്ങൾ ഇതിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വെക്കണം.
നിങ്ങളുടെ സ്റ്റുഡന്റ് വിസയോ അല്ലെങ്കിൽ സ്റ്റഡി വിസയോ അതിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ഇത്രയൊക്കെയാണ് നിങ്ങൾ വെക്കേണ്ട ഡോക്യുമെന്റ്സ്. ഇത് കൂടാതെ ടൈം ടു ടൈം അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഈ സ്കോളർഷിപ്പ് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് 1 വേ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവർ തരുന്നതായിരിക്കും ഇക്കോണമിക് ക്ലാസ്സിലുള്ള. ഇനി നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റിന്റെ ഫെസിലിറ്റിയും കൂടി അവർ പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പ്രീമിയം, ട്യൂഷൻ ഫീ, അക്കോമഡേഷൻ നിങ്ങളുടെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നിങ്ങൾ സർട്ടിഫൈ ചെയ്ത കോപ്പി നിങ്ങൾ ഹാജരാക്കണം. പിന്നെ ലിവിങ് എക്സ്പെൻസസിന്റെ ചാർജസ് തരും. ആ ലിവിങ് എക്സ്പെൻസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫുഡും അവിടുത്തെ ലോക്കൽ ട്രാവലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ആക്ച്വൽ വിസ ചാർജസ്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ എന്തെങ്കിലും നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള നിങ്ങൾ എക്സ്പെൻസസ് നിങ്ങൾ എൻക്വയർ ചെയ്യുകയാണെങ്കിൽ അതും ഇവർ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് എമൗണ്ടിൽ കവർ ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് അക്കോമഡേഷൻ എവിടെയാണോ അങ്ങോട്ടേക്കുള്ള പിക്കപ്പ് ഫെസിലിറ്റിയുടെ ചാർജും കൂടി ഇവർ നിങ്ങൾക്ക് തരുന്നതാണ്. ഇതൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് എമൗണ്ടിൽ കവർ ചെയ്യുന്ന കോമ്പണൻസ്. ഇതിന്റെ ഫണ്ട് ഡിസ്പേഴ്സൽ എങ്ങനെയാണെന്നുള്ളതെല്ലാം ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അവരുമായിട്ട് നിങ്ങളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം എങ്ങനെയാണ് ഫണ്ട് ഡിസ്പേഴ്സൽ എന്നുള്ളതെല്ലാം അവർ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതെല്ലാം വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് വിസ ലഭിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ലഭിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ലഭിക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾ എംപ്ലോയിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നിങ്ങളുടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ, അതായത് ST ഡിപ്പാർട്ട്മെന്റ് ആണോ അല്ലെങ്കിൽ ST ഡിപ്പാർട്ട്മെന്റ് ആണോ, ഏത് ഡിപ്പാർട്ട്മെന്റ് കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് നിങ്ങൾ അവിടുത്തെ ഡയറക്ടറിനെ ഇൻഫോം ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അവിടെ പ്ലേസ്മെന്റ് ആയെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് നിങ്ങളൊരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും കൂടി വാങ്ങേണ്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഗവൺമെന്റ് ഓഫ് കേരള ഉന്നതി സ്കോളർഷിപ്പ് ഫോർ ഓവർസീസ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനി വിദേശ പഠന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ ഫൈനൽ ഇയർ ആകുമ്പോൾ തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കണം, അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലഭിക്കും, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ 500-നുള്ളിൽ വരുന്നതാണോ, പിന്നെ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് എങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങൾ മുൻകൂട്ടി കണക്കാക്കിയതിന് ശേഷം അവിടെ അപ്ലൈ ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ ലഭിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇത് 3 ടേമിലാണ് ഇത് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുക. അപ്പൊ ഈ ടേമിലുള്ളത് മാർച്ച് 31 ആണ്. ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ. സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ അടുത്ത ടേമിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വിദേശ പഠനം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണ്. ഇനി സ്കോളർഷിപ്പ് ലഭിക്കാൻ അർഹത ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺ ലഭിക്കുന്നതാണ്. അപ്പോൾ അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.